ആലപ്പുഴയിൽ വീണ്ടും ഒരു ദൃശ്യം മോഡൽ കൊലപാതകം കൂടി നടന്നിരിക്കുന്നു. കരുനാഗപ്പള്ളി സ്വദേശിയായ വിജയലക്ഷ്മിയെ ആൺസുഹൃത്ത് ജയചന്ദ്രൻ കൊലപ്പെടുത്തി മറവ് ചെയ്യുകയായിരുന്നു. അമ്പലപ്പുഴയിലുള്ള ആൺസുഹൃത്ത് ജയചന്ദ്രന്റെ വീട്ടുവളപ്പിലാണ് മൃതദേഹം കുഴിച്ചിട്ടത് എന്ന് പ്രതിയുമായി നടത്തിയ തെളിവെടുപ്പിൽ പോലീസ് കണ്ടെത്തി. മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ തുടരുകയാണ്. കൊല്ലം കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് ഈ മാസം 9-ാം തീയതി മുതൽ വിജയലക്ഷ്മിയെ കാണാനില്ല എന്ന് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വിജയലക്ഷ്മിയുടെ സഹോദരി പരാതി നൽകിയിരുന്നു. അന്വേഷണത്തിൽ ഇവരെ അമ്പലപ്പുഴ കരൂരിൽ കൊന്നു കുഴിച്ചുമൂടിയെന്ന് വെളിവാകുകയായിരുന്നു. വിജയലക്ഷ്മിയുമായി ബന്ധമുണ്ടായിരുന്ന കരൂർ സ്വദേശി ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദൃശ്യം സിനിമയുടെ മാതൃകയിൽ നിർമ്മാണം നടക്കുന്ന വീടിനുള്ളിൽ വിജയലക്ഷ്മിയുടെ ശരീരം മറവു ചെയ്തു എന്നായിരുന്നു ആദ്യ സംശയം. എന്നാൽ അയൽ വീടിന്റെ മതിലിനോട് ചേർന്നുള്ള തുറസായ സ്ഥലത്താണ് കുഴിച്ചിട്ടതെന്ന് ജയചന്ദ്രനുമായി വീട്ടിലെത്തി നടത്തിയ തെളിവെടുപ്പിൽ കണ്ടെത്തി. സംഭവം നടക്കുമ്പോൾ ജയചന്ദ്രന്റെ ഭാര്യയും കുട്ടിയും വീട്ടിലുണ്ടായിരുന്നില്ല. വിജയലക്ഷ്മിയെ 2 വർഷമായി അറിയാമെന്ന് ജയചന്ദ്രന്റെ ഭാര്യ സുനിമോൾ പറഞ്ഞു. എന്നോട് ചോദിച്ച് ജയന്റെ വീടാണ്, ശ്രീലക്ഷ്മി അറിയാവാന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറയും ഇന്ന പോലെ എപ്പോഴും ഇങ്ങനെ ഇതാന്നൊക്കെ പറഞ്ഞ് വേറൊരു സുധീഷ് എന്നും പറഞ്ഞ ആൾ എന്നെയും കുഞ്ഞിനെയും കൂടെ അവിടെ വിളിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഇച്ചിരി ഇതാണ്, ഫോണൊക്കെ എടുത്ത് എപ്പോഴും നോക്കണമെന്നൊക്കെ പറഞ്ഞ് നല്ല ഇതായിട്ട് സമാധാനപ്പെടുത്തി സന്തോഷമായിട്ട് ഞങ്ങൾ വിട്ടേണ്. പിന്നെ ആരും ഒന്നും വിളിക്കത്തും ഒന്നുമില്ലെന്നൊക്കെ അറിഞ്ഞു. മത്സ്യത്തൊഴിലാളിയായ ജയചന്ദ്രൻ മീൻ വിൽക്കുന്നതിനിടെ വിജയലക്ഷ്മിയുമായി സൗഹൃദത്തിലാവുകയായിരുന്നു. വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് രാത്രിയിൽ മറ്റൊരാൾ വിളിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇതേ ചൊല്ലിയുള്ള തർക്കത്തിനിടെ പ്രതി വിജയലക്ഷ്മിയുടെ തലയ്ക്കടിച്ചു. കൊന്നതിനു ശേഷം കുഴിച്ചു മൂടുകയായിരുന്നെന്നും ജയചന്ദ്രൻ പോലീസിനോട് സമ്മതിച്ചു. വിജയലക്ഷ്മിയുമായി പ്രതിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായി ഇവരുടെ സഹോദരി പറയുന്നു. അയാളുമായിട്ട് നേരത്തെ ഒരു വണ്ടി പ്രശ്നത്തിന് അയാൾ വണ്ടിയൊക്കെ കത്തിക്കാനൊക്കെ ഒരുങ്ങിയായിരുന്നു. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ അയാളായിരുന്നു വണ്ടി കത്തിച്ചതെന്ന്. അവിടെ ഒരു വണ്ടി കത്തിച്ചായിരുന്നു, അത് ആരാ എന്തോന്നൊന്നും അറിയത്തില്ലായിരുന്നു. അവൾ അന്ന് വള്ളികുന്നത്ത് താമസിക്കുമ്പോഴായിരുന്നു ആ വണ്ടി കത്തിച്ചത്. പുതിയ വണ്ടിയായിരുന്നു. ഒരു ദിവസം വെളുപ്പിന് തീ കത്തുന്ന കണ്ടുകൊണ്ട് അവൾ ഇറങ്ങി നോക്കിയപ്പോൾ അത് കത്തുന്നത് എങ്ങനെ എന്തുവാന്നൊന്നും അറിഞ്ഞില്ല. ഷോർട്ടായിരിക്കുമെന്ന് വിചാരിച്ച് പിന്നെ അവൾ എനിക്ക് കുഴുവേൽ മുക്കിന് വന്ന് ഒരു വീടെടുത്ത് അവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് വരുമായിരുന്നു. വിജയലക്ഷ്മിയുടെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത്. ദൃശ്യം മാതൃകയിൽ തന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രതി ശ്രമിച്ചിരുന്നു. കൊലപാതകത്തിന് ശേഷം വിജയലക്ഷ്മിയുടെ ഫോണുമായി എറണാകുളത്തെത്തിയ പ്രതി ഫോൺ കണ്ണൂരിലേക്ക് പോകുന്ന KSRTC ബസ്സിൽ ഉപേക്ഷിച്ചു. സ്വിച്ച്ഡ് ഓഫ് ആയ നിലയിൽ കളഞ്ഞു കിട്ടിയ ഫോൺ KSRTC ജീവനക്കാരൻ പോലീസിന് കൈമാറിയതാണ് നിർണായകമായത്. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ, കോൾ ലിസ്റ്റ് എന്നിവ പരിശോധിച്ചതിൽ നിന്ന് പോലീസ് അതിവേഗം ജയചന്ദ്രനിലേക്ക് എത്തുകയായിരുന്നു. ന്യൂസ് മലയാളം, ആലപ്പുഴ.